ആ കിണറിനടുത്ത് എത്താനിടയായി. അവർ കൂട്ടത്തിൽ ഒരാളെ കിണറിനടുത്തേക്ക് വെള്ളമെടുക്കാൻ പറഞ്ഞയച്ചു. കിണറിലേക്ക് വീണ പാത്രം കണ്ടപ്പോൾ യൂസഫ് നബിക്ക് സന്തോഷമായി. അദ്ദേഹം ആ കയറിൽ മുറുകെ പിടിച്ചു. എന്നാൽ വെള്ളമെടുക്കാൻ വന്ന ആൾക്ക് അത് പൊക്കിയെടുക്കാൻ സാധിച്ചില്ല. എന്തോ നിധി തടഞ്ഞിട്ടുണ്ട് എന്ന് അത്ഭുതപ്പെട്ട് തൻ്റെ കൂടെയുള്ളവരെ എല്ലാം സഹായത്തിന് വിളിച്ചു. അവർ ആ പാത്രം പൊക്കിയെടുത്തപ്പോൾ വളരെ ഭംഗിയുള്ള ഒരു ആൺകുട്ടിയെ കണ്ടു. അവർ ഉടനെ ആലോചിച്ചു, ഈ സുമുഖനായ ബാലനെ ചന്തയിൽ കൊണ്ടുപോയി അടിമയാക്കി വിൽക്കാം. അങ്ങനെ അവർ യൂസഫ് നബിയെയും കൊണ്ട് ഈജിപ്തിലേക്ക് യാത്രയായി. മാഷാ അല്ലാ, ഈ കഥ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കൊള്ളാം, നിനക്ക് ഇഷ്ടപ്പെട്ടല്ലേ? ഈജിപ്തിലെത്തിയ ശേഷമുള്ള കഥ നമുക്ക് നാളെ പറയാം. ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയാൻ നീ തയ്യാറാണോ? തീർച്ചയായും. എങ്കിൽ പറയൂ, യൂസഫ് നബിയുടെ ഉമ്മയുടെ പേരെന്തായിരുന്നു? അത് റാഹേൽ എന്നായിരുന്നു. അത് ശരിയാണ്. യൂസഫ് നബി കണ്ട സ്വപ്നം എന്താണെന്ന് പറയൂ. യൂസഫ് നബി സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും കണ്ടു. അവർ യൂസഫ് നബിക്കു മുന്നിൽ താഴ്ന്നു വണങ്ങുന്നതായും കണ്ടു. എങ്ങനെയാണ് യൂസഫ് നബിയുടെ ശല്യം അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ ഇല്ലാതാക്കിയത്? ഒരു ദിവസം ബാപ്പയോട് കളവ് പറഞ്ഞ് നബിയെ അവരുടെ കൂടെ കൂട്ടി. അവർ യൂസഫ് നബിയുടെ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി. എന്നിട്ട് നബിയെ അവർ പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞു. എന്നിട്ടെന്താണ് സംഭവിച്ചത്? ആ വസ്ത്രത്തിൽ രക്തം പുരട്ടി യൂസഫ് നബിയെ ചെന്നായ ഭക്ഷിച്ചു എന്ന് യാക്കൂബ് നബിയോട് കള്ളം പറഞ്ഞു. മാഷാ അല്ലാ, അതും ശരിയാണ് അമീർ. ഇനി അവസാനത്തെ ചോദ്യം ചോദിക്കട്ടെ. എങ്ങനെയാണ് യൂസഫ് നബി കിണറിൽ നിന്നും രക്ഷപ്പെട്ടത്? ഈജിപ്തിലേക്ക് പോവുകയായിരുന്ന ഒരു കച്ചവട സംഘം യൂസഫ് നബിയെ കിണറ്റിൽ നിന്ന് രക്ഷിച്ചു. കൊള്ളാം, നീ എല്ലാം ശരിയായി പറഞ്ഞിരിക്കുന്നു. ഇന്നത്തേക്കിനി ഇത്രയും മതി. ബാക്കിയുള്ള കഥ നമുക്ക് നാളെ പറയാം.